അല്ല ബക്കർക്ക, നാളെ ഇപ്പൊ നമ്മള് ടൂറ് പോണത്. നാളെ വൈകിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്താ? ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരിക്കണ്. മറ്റേ ഷർട്ടും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ജോഡി എടുത്തിട്ടുണ്ട്, പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണിനോട്. നികേഷ് വിളിക്കണ്ട്, അവ ടൂറിന്റെ കാര്യം അറിഞ്ഞിട്ട് പോവാൻ ചോദിക്കാൻ വേണ്ടിട്ടാവും. ഹലോ. നഫൽക്ക, പിന്നെ എവിടെയുള്ളത്? നാളെ അല്ലേ ടൂറിന് പോന്നെ നമ്മള്? ഞാനുണ്ട് കേട്ടാ. എവിടെയുള്ള നിങ്ങള്? അതെ, എന്നാ എടുക്ക്, ഞാൻ വരുന്നത് കേട്ടാ. അവിടെ നിന്നോ, ഞാൻ വരാം. ഓക്കേടാ, ഞങ്ങളിവിടെ ഉണ്ട്. എന്നാ വേഗം പോയോ. ഓക്കെ. പിന്നെ നാളെ നിങ്ങൾ പോന്നേ? നാളെ വൈകിട്ടേ. ഞാൻ ഉണ്ടാവില്ല. അതെന്ത് പറ്റി? ഒരു അത്യാവശ്യമായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അത് പോവാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്താ ചെയ്യാ പണി? ഞാൻ പക്കരക്കാട് പറഞ്ഞു നികേഷ് ഉണ്ടാവുന്നുള്ളത്. പക്ഷെ ഒരു ഒഴിവാക്കാൻ പറ്റില്ല. പണിയുടെ കാര്യമില്ല, എന്താ ചെയ്യാ. അതെ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാനന്ന് കുറച്ച് ക്യാഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ് എനിക്ക് ഇന്നൊരു അത് ഇന്നൊരു പണി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്യാഷാ. അപ്പൊ അത് എന്തായാലും നിങ്ങൾ നാളെ ടൂറിന് പോകുന്നത്. അത് കുഴപ്പമില്ല, നാളെ എന്തായാലും ടൂറിന് പോകുന്നത്. അപ്പൊ പിന്നെ വെറുതെ കടം വെക്കണ്ടല്ലോ. അതായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ പോയിട്ടോ. അത് കുഴപ്പമില്ല, എന്തായാലും അടുത്തതിനാണ് നമുക്ക് പോവാം. അടുത്താണ് നിങ്ങൾ പോയിട്ടോ. നഫൽക്ക, എന്താ നികേഷ്? ഫോണ് ചെയ്ത് കഴിഞ്ഞാല് അത് കട്ടാകാൻ നോക്കിട്ട് പോകലിട്ടാ മതിട്ടാ. അല്ലെങ്കിൽ അത് പലതും ഇതാവും. ഫോണ് കട്ടായിണ്ടായിരുന്നില്ല കേട്ടാ. എന്താ ചെയ്യാ. ഓക്കേടാ, ഞങ്ങളിവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാട്ടാ. ഓക്കെ. നികേഷാണ്, അവനും ടൂറിനുണ്ട്. നീ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നിട്ട് ടൂറിന്റെ കാര്യങ്ങൾക്ക് അറിയില്ല. അതിന്റെ പൈസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ പ്രാവശ്യം ടൂറിന് പോയി നമ്മൾ അവനെ കൊണ്ടുപോവാണ്. ഇതിനിപ്പോ എന്തായി തീരുന്നറിയില്ല. കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരി. അതും ഇതുവരെ തന്നില്ല. അവനക്കിപ്പോ പണിയൊക്കെ ഉണ്ട്, കാശ് പിന്നെ കിട്ടാൻ പാടാ. അത് ശരി. എന്താ ചെയ്യാ, ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെ ആയില്ലേ.